കേരളത്തിൽ ജീവൻ മരണ പോരാട്ടത്തിനൊരുങ്ങി കോൺഗ്രസ്. ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിനായി മാസങ്ങൾ കൂടി ബാക്കി നിൽക്കെയാണ് AICCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ യുദ്ധത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷത്താണ്. എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ക്ലാസ് സംസ്ഥാനമായിരുന്നു കേരളം ഏറ്റവും കൂടുതൽ തവണ ഭരിച്ച പാർട്ടിയും കോൺഗ്രസ് ആണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുന്നത്. ഇതാ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. അതുവരെ കേരളത്തിൽ LDF UDF മാറി മാറിയാണ് ഭരിച്ചത്. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുന്നത്. ഇത് കുറച്ചൊന്നുമല്ല കോൺഗ്രസിനെ പിന്നോട്ടടിച്ചത്. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാർ മോഡൽ മുന്നേറ്റമാണ് കോൺഗ്രസ് കേരളത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധി കുറച്ചു നാളുകളായി വയനാട്ടിലുണ്ട്. അതോടൊപ്പം ദേശീയ നേതാവായ ദീപാദാസ് മുൻഷിയും കേരളത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും വയനാട്ടിലെത്തിയത്. 2 ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിനായാണ് ഇരുവരും വയനാട്ടിലെത്തിയത്. അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ വീടും സ്ഥലവും വാങ്ങിയിട്ടുണ്ട്. അതായത് കോൺഗ്രസിനെ അടിത്തട്ടിൽ നിന്ന് തന്നെ പുനർനിർമ്മിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. വയനാട്ടിൽ എത്തിയ രാഹുലും സോണിയയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചകളും വയനാട്ടിലെ പ്രാദേശിക വിഷയങ്ങളും KC വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ കൽപ്പറ്റ DCC ഓഫീസിലെ പ്രത്യേക യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അടുത്ത മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഏപ്രിലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോൺഗ്രസിനുള്ളിലെ നിലനിൽക്കുന്ന പല ഗ്രൂപ്പ് തർക്കങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയന്റെ കടം KPCC അടച്ചു തീർത്തു. ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ മരണം, വിജയന്റെ മരുമകൾ പത്മജ വിജയേഷിന്റെ മരണശ്രമം എന്നിവ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ മണ്ഡല പര്യടനത്തിൽ പോലും ബാധിച്ചിരുന്നു. ഈ വിഷയങ്ങളിൽ പ്രിയങ്ക പ്രാദേശിക നേതാക്കളോട് വിശദീകരണം തേടിയിരുന്നു. ഇതോടെയാണ് ബത്തേരി ബാങ്കിലെ 60 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത അടച്ചു തീർത്തത്. ഇങ്ങനെ പല ഘട്ടങ്ങളായി പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചു വരാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാർ മോഡലിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര സംസ്ഥാനത്ത് നടത്തിയേക്കും. 14 ജില്ലകളിലൂടെയും സഞ്ചരിക്കുന്ന യാത്രയിൽ രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകും. കോൺഗ്രസിനെ താഴെ തട്ടിൽ ശക്തമാക്കാനാണ് ഇത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ തന്നെ പട നയിക്കാൻ നേരിട്ട് എത്തുന്നത്. പ്രിയങ്കയും സജീവ പ്രചരണ മുഖമായി മാറും. ഡു ഓർ ഡൈ എന്നാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ ഭരണം വീണ്ടും നഷ്ടപ്പെടുത്തുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് കോൺഗ്രസിനും നന്നായി അറിയാം. ദേശീയ തലത്തിൽ പോലും ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിലാണ് രാഹുൽ യാത്രയുമായി കേരളത്തിലെത്തുന്നത്. ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെങ്കിലും യാത്ര നടത്താൻ ധാരണ ആയതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പാർട്ടിയുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരായിരിക്കും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്കെടുത്തു. ദീപാദാസിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ മരുതംകുഴിയിലാണ് വീട് വാടകയ്ക്കെടുത്തത്. കൊച്ചിയിൽ വിമാനത്താവളത്തിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറം അങ്കമാലിയിലാണ് വീടെടുത്തിരിക്കുന്നത്. മലബാറിലും വീട് നോക്കുന്നുണ്ട്. അതായത് മിക്കവാറും എല്ലാ ദിവസവും കേരളത്തിൽ ദീപാദാസ് മുൻഷി ഉണ്ടാകും. ഹോട്ടലിൽ താമസിച്ച് പ്രവർത്തകരുമായുള്ള ചർച്ച നടത്തുക എന്നത് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വീടെടുക്കുന്നത്. ഇതിലൂടെ ചെലവും കുറയും. അത്യാഡംബരം കോൺഗ്രസിന് വേണ്ടെന്ന സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള 3 AICC സെക്രട്ടറിമാരും ഈ വീടുകളിലായിരിക്കും താമസിക്കുക എന്നാണ് വിവരം. വീടുകളുടെ പരിപാലന ചുമതല KPCCക്കായിരിക്കും.
സംസ്ഥാനത്തെത്തുന്ന AICC ജനറൽ സെക്രട്ടറിമാരെല്ലാം ഹോട്ടലുകളിലാണ് തങ്ങിയിരിക്കുന്നത്. വീരപ്പ മൊയ്ലി, ഗുലാം നബി ആസാദ്, മധുസൂദനൻ മിശ്രി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം സംസ്ഥാനത്ത് എത്തിയാൽ നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു പതിവ്. ഇതിനാണ് മാറ്റം വരുന്നത്. സംസ്ഥാനത്തെ കൂടുതൽ ദിവസം നിൽക്കുകയും രണ്ടാം നിര നേതാക്കളോടടക്കം ആശയവിനിമയം നടത്തുകയുമാണ് ദീപാദാസ് മുൻഷി. വിവിധ ജില്ലകളിലെ DCC നേതൃയോഗങ്ങളിലും മറ്റും പങ്കെടുക്കുന്നുമുണ്ട്. കോൺഗ്രസ് അധികാരത്തിലെത്തിയ തെലങ്കാനയിലും ദീപാദാസ് മുൻഷി വീടെടുത്താണ് താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ ഇത്തവണയും അധികാരത്തിൽ എത്തുക എന്നതാണ് CPM-നെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടം. സമാനമായ അവസ്ഥ തന്നെയാണ് കോൺഗ്രസിനും. അതുകൊണ്ട് തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ യുദ്ധമാണ്.